കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായികളിലേക്ക് സ്വാഗതം. ഭൂതത്താന്മാരുടെ ഒരു കഥയായാലോ? കഥയുടെ പേര് മതിലും പടിക്കെട്ടും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഒരിടത്ത് കുറേ ഭൂതത്താന്മാരുണ്ടായിരുന്നു. അവരുടെ നേതാവാണ് ടോപ്പൈ. ഒരു ദിവസം ടോപ്പൈ എല്ലാവരോടുമായി പറഞ്ഞു, കുറച്ചകലെ ഒരു കോട്ടയുണ്ടെന്ന് വിവരം കിട്ടി. അവിടെ നമുക്ക് ഉപകാരപ്പെടുന്ന പല മാന്ത്രിക സാധനങ്ങളും ഉണ്ടത്രേ. ആരെങ്കിലും ഒന്ന് പോയി നോക്കി വരണം. സീഷോട്ട് എന്ന ഭൂതത്താനാണ് പോയത്. തിരിച്ചു വന്ന സീഷോട്ട് പറഞ്ഞു, തലവാ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അകത്ത് കടക്കാനുള്ള വാതിൽ കുറച്ച് ഉയരത്തിലാണ്. പറക്കും ഭൂതങ്ങൾക്ക് വേണ്ടി പണിത കോട്ടയാണെന്ന് തോന്നുന്നു. നമുക്ക് പറക്കാൻ അറിയില്ലല്ലോ. അതുമാത്രമല്ല, കോട്ടയ്ക്കടുത്തേക്ക് എത്താനും പാടാ. അതിൻ്റെ പഴയ മതിൽക്കെട്ട് പൊളിഞ്ഞ് കല്ലുകൾ വഴിമുടക്കി കിടക്കുകയാണ്. അത് കേട്ട ഷോഹൗ എന്ന ഭൂതത്താൻ പറഞ്ഞു, എങ്കിൽ പൊളിഞ്ഞ മതിലിൻ്റെ കല്ലുകൾ അടുക്കി മുകളിലേക്കുള്ള വാതിലിലേക്ക് പടവുകൾ ഉണ്ടാക്കിയാൽ പോരെ? ടോപ്പയ്ക്ക് സന്തോഷമായി. അവർ കോട്ടയ്ക്കടുത്തെത്തി. അകത്ത് കയറാനായി കല്ലുകൾ അടുക്കി ഉഗ്രനൊരു പടിക്കെട്ടുണ്ടാക്കി. ടോപ്പൈ പറഞ്ഞു, കാണുന്നതെല്ലാം തടസ്സമല്ല, മുന്നേറാനുള്ള വഴികൾ കൂടിയാണെന്ന് സീഷൗ കാണിച്ചു തന്നു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.